നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. നമ്മുടെ ബോഡിയിൽ ഏകദേശം 100 ബില്യൺ ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. ഇനി ഈ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. അതെന്ന് പറഞ്ഞാൽ ഏകദേശം 10 to 15 ടൈംസ് മോർ ദാൻ ദാറ്റ് ഓഫ് ന്യൂറോൺസ്. ന്യൂറോൺസിനേക്കാളും 10 തൊട്ട് 50 മടങ്ങ് കൂടുതലായിട്ടാണ് ഇത് കാണുന്നത്. ഇനി 2 ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ ഒരു ന്യൂറോൺ തന്നെ 2000-ലധികം സിനാപ്സസ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് അത്രത്തോളം വൈഡായിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ന്യൂറോൺസിലേക്ക് വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിനെ അതുകൊണ്ട് നമുക്ക് റിസപ്റ്റർ സോൺ എന്ന് പറയാൻ പറ്റുന്നു. അപ്പോൾ ഒരു ന്യൂറോണിന് ഏകദേശം 10,000 ഡെൻഡ്രൈറ്റ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഓർക്കുക, ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ഒരു ന്യൂറോൺ ഏകദേശം 2000 സിനാപ്സസ് ഫോം ചെയ്യുന്നു. ഇനി ഒരു ന്യൂറോണിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടും ഒരു സെൽ ബോഡി ഉണ്ട്. സെൽ ബോഡിയെ വിളിക്കുന്ന പേരാണ് സോമ അല്ലെങ്കിൽ പെരികാരിയോൺ എന്ന് വിളിക്കുന്നു. ഈ സെൽ ബോഡിയുടെ ഉള്ളിലാണ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, അതുകൂടാതെ നിസിൽസ് ഗ്രാന്യൂൾസ്, ഗോൾഗി അപ്പാരറ്റസ്, മൈറ്റോകോൺട്രിയ, ലൈസോസോംസ് തുടങ്ങിയ സെൽ ഓർഗനൽസും കാണപ്പെടുന്നത് ഈ സെൽ ബോഡിയുടെ ഉള്ളിലാണ്. ഇനി ഈ സെൽ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അറൈസ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു റിസപ്റ്റർ സോണാണ്. അവിടേക്കാണ് ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് റിസീവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ താഴേക്ക് വരുന്നതാണ് ആക്സോൺ എന്ന് പറയുന്നത്. അപ്പം ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷീത്ത് കാണുന്നുണ്ട്. ഇതൊരു ഇൻസുലേറ്റിംഗ് കവറാണ് ഈ ഒരു ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ ഇങ്ങനെ മൈലിൻ ഷീത്ത് കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആക്സോൺസിനെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ന്യൂറോൺസിനെ നമ്മൾ മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് വിളിക്കുന്നു. അതുകൂടാതെ ഈ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസും കാണുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് എന്നും വിളിക്കാൻ പറ്റുന്നു. ഇനി ഈ ആക്സോൺസ് എന്ത് ചെയ്യുന്നത് ആക്സോണൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചസിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഈ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അതിനെ നമുക്ക് സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് ഒരു നെർവിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത ന്യൂറോണും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ന്യൂറോൺസ് ഇവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് കാണുന്നുണ്ട്. അപ്പം ആ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ നമ്മൾ മെയിനായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ ഫണ്ടമെൻ്റൽസ് ആണ് നെർവസ് സിസ്റ്റത്തിൻ്റെ. ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള മെയിനായിട്ടുള്ള ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സോൺ ഹിലോക്ക്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ തിക്കൻഡ് ഏരിയ ഓഫ് സെൽ ബോഡി ഫ്രം വിച്ച് ആക്സോൺ ഓറിജിനേറ്റ്സ്. ഇറ്റ് ലാക്സ് ദ നിസിൽസ് ഗ്രാന്യൂൾസ്, ഫ്രീ റൈബോസോംസ് ആൻഡ് ഗോൾഗി അപ്പാരറ്റസ്. അപ്പോൾ ഇവിടെ ഓർക്കുക, ഈ സെൽ ബോഡിയുടെ താഴേക്ക് ഒരു എക്സ്റ്റൻഷൻ കാണുന്നുണ്ട്. ഒരു കോണിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ ഹിലോക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ ഓർഗനൽസൊക്കെ ഇവിടെ ആബ്സെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു ഏരിയയെ വിളിക്കുന്ന വേറൊരു പേരാണ് ട്രിഗർ സോൺ അല്ലെങ്കിൽ ജനറേറ്റർ ഏരിയ എന്ന് വിളിക്കാൻ പറ്റുന്നു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റ് ആക്സോൺ ഹിലോക്കിൽ നിന്നാണ് നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈറ്റിൽ സെൽ ഓർഗനൽസ് ഒക്കെ ആബ്സെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്സോൺ പോകുന്നു. ആക്സോണിന് ടെർമിനൽ ഉണ്ട്. ഈ പിക്ചറിൽ കാണുന്നില്ല. നമ്മൾ നേരത്തെ നോക്കിയ പിക്ചറിൽ അതിൻ്റെ എൻഡിങ് പോർഷനിലായിട്ട് ഒരു സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞ ബട്ടൺ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ആക്സോൺ ടെർമിനൽ എന്താണെന്ന് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. It divides into several branches called telodendria and their end forms a synaptic knob or the terminal buttons. അപ്പോൾ ഈ ആക്സോൺ ടെർമിനലിൻ്റെ എൻഡിലായിട്ട് ആ ടെർമിനൽ പോർഷനിൽ കാണുന്ന ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബട്ടൺ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. അപ്പം ആക്സോൺ ഹിലോക്ക് എന്താണെന്ന് ഓർക്കുക. ഇതൊരു ട്രിഗർ സോണാണ് അല്ലെങ്കിൽ ജനറേറ്റർ ഏരിയ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നിസിൽസ് ഗ്രാന്യൂൾസ്, റൈബോസോംസ്, ഗോൾഗി അപ്പാരറ്റസ് ഇതൊക്കെ ആബ്സെൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്.
നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നെർവ് ഇമ്പൾസ് കണ്ടക്ഷൻ. ഇനി എങ്ങനെയാണ് ഈ ഒരു ന്യൂറോണിലൂടെ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്? 2 ടൈപ്സ് ഓഫ് കണ്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓർത്തോഡ്രോമിക് കണ്ടക്ഷൻ ആൻഡ് ആൻറ്റിഡ്രോമിക് കണ്ടക്ഷൻ. ഓർത്തോഡ്രോമിക് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ കണ്ടീഷനിൽ ഉണ്ടാവുന്ന കണ്ടക്ഷനാണ്. അതായത് ഇമ്പൾസസ് വൺ ഡയറക്ഷനായിട്ട് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറിൻ്റെ ആ ഒരു ഓർഡറിലാണ് വരുന്നത്. അതായത് ഡെൻഡ്രൈറ്റിൽ നിന്ന് പിന്നെ നമ്മുടെ സെൽ ബോഡിയിലേക്ക് വന്ന് പിന്നെ ആക്സോൺസിലേക്ക് വന്നിട്ട് ആക്സോൺ ടെർമിനൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള കണ്ടക്ഷനാണ് ഓർത്തോഡ്രോമിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആൻറ്റിഡ്രോമിക്, ആ പേരിൽ തന്നെയുണ്ട്. ആൻറ്റിഡ്രോമിക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓർത്തോഡ്രോമിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഹിയർ ദ കണ്ടക്ഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് റെയറായിട്ട് കാണുന്ന ഒരു ഫിനോമിനനാണ്. മോസ്റ്റ്ലി നമുക്ക് ഓർത്തോഡ്രോമിക് കണ്ടക്ഷനാണ് കാണുന്നത്. നെക്സ്റ്റ് ആണ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ്. അതായത് നമ്മുടെ ആക്സോൺസിനെ കവർ ചെയ്തുകൊണ്ടാണ് മൈലിൻ ഷീത്ത് കാണുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പൾസ് കണ്ടക്ഷൻ്റെ സ്പീഡ് കൂട്ടുക. അതാണ് ഈ മൈലിൻ ഷീത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മൈലിൻ ഷീത്ത് കണ്ടിന്യൂസ് ആയിട്ടല്ല കാണപ്പെടുന്നത്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ ലെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട്, ഒരു അൺമൈലിനേറ്റഡ് ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയെ വിളിക്കുന്ന പേരാണ് നോഡ്സ് ഓഫ് റാൻവിയർ. അപ്പോൾ ഈ പിക്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻ ക്ലിയർ ആണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു 2 ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, മൈലിനേറ്റഡ് ന്യൂറോൺസ് ആൻഡ് അൺമൈലിനേറ്റഡ് ന്യൂറോൺസ്. അൺമൈലിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഷീറ്റ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വേവ്സിൻ്റെ ഫോമിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റായിട്ട് നേരെയാണ് പോകുന്നത്. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ എത്തത്തുള്ളൂ. പക്ഷേ ഈ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള നോഡ്സ് ഓഫ് റാൻവിയറിൽ കൂടെ ജമ്പ് ചെയ്താണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടാണ് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് കണ്ടക്ഷനെ വിളിക്കുന്ന പേരാണ് സോൾട്ടേറ്ററി കണ്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ബൈ സോൾട്ടേഷൻ. അപ്പോൾ ഇത് ഓർക്കുക. അപ്പോൾ മെയിൻ പർപ്പസ് ഓഫ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ് കണ്ടക്ഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൈലിൻ ഫോർമേഷൻ. നമുക്കറിയാം ഈ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രക്ചറിനെ ഫോം ചെയ്യണമെങ്കിൽ അത് പ്രത്യേക സെൽസാണ് അതിനെ ഫോം ചെയ്യുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നിങ്ങനെ പല ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് പെരിഫറൽ നെർവ്സിലെ മൈലിൻ ഷീത്തിനെ ഫോം ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണ്. അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്തിനെ ഫോം ചെയ്യുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. അപ്പോൾ അത് ഓർക്കുക. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മൈലിൻ ഷീത്ത് ഈസ് ഫോംഡ് ബൈ ഷ്വാൻ സെൽസ് ആൻഡ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇനി മൈലിൻ ഷീത്ത് എവിടെയൊക്കെയാണ് ആബ്സെൻ്റ് ആയിട്ട് കാണുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഏതൊക്കെയാണ്? നോഡ്സ് ഓഫ് റാൻവിയർ. കാരണം ആ നോഡ്സ് ഓഫ് റാൻവിയറിൽ കൂടെയാണ് ജമ്പ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആക്സോണൽ എൻഡിങ്സ്, സോമ ആൻഡ് ഇനീഷ്യൽ സെഗ്മെൻറ്റ്സ്, ഇവിടെയൊക്കെയാണ് മൈലിൻ ഷീത്ത് ആബ്സെൻ്റ് ആയിട്ട് കാണുന്നത്. ഇനി 2 എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് സയാറ്റിക് നെർവിൻ്റെ കേസിൽ സയാറ്റിക് നെർവ് മൈലിനേറ്റഡ് ചെയ്യുന്നത് 12 വീക്സ് ഓഫ് ഗസ്റ്റേഷൻ സമയത്താണ് സയാറ്റിക് നെർവ്സിൻ്റെ മൈലിനേഷൻ നടക്കുന്നത്. ഇനി കോർപ്പസ് കാലോസത്തിൻ്റെ മൈലിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 വീക്സ് ആഫ്റ്റർ ദ ബർത്ത്. ജനിച്ചു കഴിഞ്ഞിട്ട് 8 വീക്കിനുള്ളിലാണ് കോർപ്പസ് കാലോസത്തിലെ മൈലിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർക്കുക. മൈലിൻ ഫോർമേഷൻ പെരിഫറൽ നെർവ്സിൽ ഷ്വാൻ സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിസിൽസ് ബോഡി. അതിനെ നിസിൽ ഗ്രാന്യൂൾ എന്ന് വിളിക്കും, ടിഗ്രോയിഡ് ബോഡി എന്നും വിളിക്കും. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഈ കാണുന്ന ഗ്രാനുലാർ ലൈറ്റ് സ്ട്രക്ചേഴ്സ് ആണ് നിസിൽസ് ബോഡി എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ സെൽ ബോഡിയിലാണ്. ഒരു ന്യൂറോണിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സെൽ ബോഡിയുടെ ഉള്ളിലാണ് നിസിൽസ് ഗ്രാന്യൂൾസ് കാണുന്നത്. എക്സെപ്റ്റ് ഒരു പാർട്ട് ഒഴികെ ബാക്കി എല്ലായിടത്തും കാണുന്നുണ്ട്. അതായത് സെൽ ബോഡിയുടെ ഒരു പാർട്ട് തന്നെയാണ് ആക്സോൺ ഹിലോക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കോണിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷനാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ആക്സോൺ ഹിലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് ഒഴികെ ബാക്കി സെൽ ബോഡിയിൽ എല്ലായിടത്തും നിസിൽസ് ഗ്രാനുലോൾസ് സ്പ്രെഡായിട്ട് കാണുന്നുണ്ട്.
ഈ നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്താണെന്ന് ചോദിച്ചാൽ അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതിനുള്ളിൽ ഫ്രീ റൈബോസോംസും കാണുന്നുണ്ട്. അപ്പം നമുക്കറിയാം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രസൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആയിരിക്കും. അവിടെ പ്രോട്ടീൻസ് ഫോം ചെയ്യുന്ന ഒരു സൈറ്റാണ് ഈ നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല നിസിൽസ് ഗ്രാന്യൂൾസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കോളിൻ. അതിനെ സിന്തസൈസ് ചെയ്യുന്നതിലും ഈ നിസിൽസ് ഗ്രാന്യൂളിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പോൾ ഇതാണ് നിസിൽസ് ബോഡിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഗ്രാനുലാർ ബോഡിയാണ്, സെൽ ബോഡിയുടെ ഉള്ളിലാണ് അത് സ്പ്രെഡ് ചെയ്ത് കാണുന്നത് എക്സെപ്റ്റ് ആക്സോൺ ഹിലോക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഈ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അതിനുള്ളിൽ ഫ്രീ റൈബോസോംസ് കാണുന്നുണ്ട്, അവിടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. അതുകൂടാതെ അസറ്റൈൽ കോളിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിസിൽസ് ബോഡി. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവ് ഫൈബേഴ്സ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നെർവ് ഫൈബേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നത് സെൻസറി ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺസ്, ഇൻ്റർ ന്യൂറോൺസ് എന്നിങ്ങനെ ഫങ്ഷണലി നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലെ പല പാർട്സിൽ നിന്നുള്ള ഇൻഫോർമേഷനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്ന നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ന്യൂറോൺസിനെയാണ് സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഓർഗൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിലേക്കുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കമാൻഡുകൾ കൊടുക്കുന്ന ന്യൂറോൺസ് ആണ് മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇനി ഈ സെൻസറി മോട്ടോറും കൂടാതെ ഇൻ്റർ ന്യൂറോൺസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അത് ഇനി ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആണ്. അപ്പോൾ നമുക്ക് മെയിൻ ക്ലാസിഫിക്കേഷനിലേക്ക് കയറാം. ഫസ്റ്റ് പറയാനുള്ളത് എർലാംഗർ ഗെയ്സർ ക്ലാസിഫിക്കേഷനാണ്. ഈ എർലാംഗർ ഗെയ്സർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് ഫൈബർ, ന്യൂറോണിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് നെർവ് ഫൈബർ, കാരണം അത് ഫൈബർ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഡയമീറ്ററിൻ്റെ ബേസിസിലും അതുപോലെ ഇമ്പൾസ് കണ്ടക്ഷൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് എർലാംഗർ ഗെയ്സർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ബ്രോഡ്ലി നമുക്ക് എ, ബി ആൻഡ് സി ഫൈബേഴ്സ് എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി എ ഫൈബേഴ്സിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ ആൽഫ, എ ബീറ്റ, എ ഗാമ ആൻഡ് എ ഡെൽറ്റ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് എ നെർവ് ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും തിക്കസ്റ്റ് ആയതും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് എ നെർവ് ഫൈബേഴ്സ് ആണ്. ടൈപ്പ് ബി നെർവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് മോഡറേറ്റ് തിക്നെസ് ആണുള്ളത്. ടൈപ്പ് സി നെർവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ തിന്നസ്റ്റ് ആൻഡ് സ്ലോവസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ് ആണ്. ഇനി ഒരു പോയിന്റും കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്, അതായത് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആണ്. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ അൺമൈലിനേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പോയിന്റ് മനസ്സിലാവും, അതായത് ഇത് ഫാസ്റ്റസ്റ്റ് ആവാൻ കാരണം എന്താണ്? ഇത് ഏറ്റവും കൂടുതൽ മൈലിനേഷൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി ഫാസ്റ്റസ്റ്റ് ആയിട്ട് കാണുന്നത് കമ്പാരിറ്റീവ്ലി. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ അത് അൺമൈലിനേറ്റഡ് ആണ്, അതുകൊണ്ട് ഇമ്പൾസ് ട്രാൻസ്മിഷൻ സ്ലോ ആയിട്ടായിരിക്കും കാണുന്നത്, കൂടാതെ അതിൻ്റെ തിക്നെസ്സും വളരെ കുറവാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോയിഡ് ആൻഡ് ഹണ്ട് ക്ലാസിഫിക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി ഫൈബേഴ്സിനെ മാത്രമേ ക്ലാസിഫൈ ചെയ്യുന്നുള്ളൂ. അതിനെ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസറി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ ഓർഗൻസിൽ നിന്ന്, നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള ഇൻഫോർമേഷനെ, സെൻസറി ഇൻഫോർമേഷനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്ന നെർവ് ഫൈബേഴ്സ് ആണ് സെൻസറി ഫൈബേഴ്സ്. അപ്പോൾ ആ സെൻസറി ഫൈബേഴ്സിന് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ലോയിഡ് ആൻഡ് ഹണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. ഇത് നമുക്ക് എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. മോസ്റ്റ് സസെപ്റ്റിബിൾ ടു പ്രഷർ. ഏത് നെർവ് ഫൈബേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രഷറിനോട് സസെപ്റ്റിബിൾ ആവുന്നത്? അതാണ് എ ഫൈബേഴ്സ്. എ ഫൈബേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, തിക്കാണ്, മൈലിനേറ്റഡ് ആണ്, അതുപോലെ അത് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടക്ഷനുള്ള ഫൈബേഴ്സും ആണ്. അപ്പോൾ ലീസ്റ്റ് സസെപ്റ്റിബിൾ എന്തായിരിക്കും ടു പ്രഷർ? എന്തായിരിക്കും? സി ഫൈബേഴ്സ് ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം അത് അൺമൈലിനേറ്റഡ് ആണ്, അതിനോടൊപ്പം തന്നെ അത് തിന്നസ്റ്റ് ആണ്, സ്ലോവസ്റ്റ് ആണ്. ഇനി എ ഫൈബേഴ്സിൽ തന്നെ എ ആൽഫ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രഷറിനോട് സസെപ്റ്റിബിൾ ആയിട്ട് കാണുന്നത്. അപ്പോൾ എ ഫൈബേഴ്സിൽ തന്നെ എ ആൽഫയാണ് ഏറ്റവും കൂടുതൽ പ്രഷറിനോട് സസെപ്റ്റിബിൾ ആയിട്ട് കാണുന്നത്. ഇനി ഹൈപ്പോക്സിയയോട് സസെപ്റ്റിബിൾ ആയിട്ട് കാണുന്നത് ബി ഫൈബേഴ്സ് ആണ്.
ലീസ്റ്റ് സസെപ്റ്റബിൾ ആയിട്ട് കാണുന്നത് സി ഫൈബേഴ്സാണ്. അപ്പോൾ എല്ലായിടത്തും ലീസ്റ്റ് സസെപ്റ്റബിൾ ആയിട്ട് കാണുന്നത് സി ഫൈബേഴ്സാണ്. ഇനി നേരത്തെ നമ്മൾ പഠിച്ച പോയിന്റ് തന്നെ എ ഫൈബേഴ്സിന് മാക്സിമം വെലോസിറ്റി കാണുന്നുണ്ട്, കാരണം അത് തിക്ക് ആൻഡ് മൈലിനേറ്റഡ് ആണ്. ഇനി സി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലോവസ്റ്റ് വെലോസിറ്റി ബിക്കോസ് ദേ ആർ തിൻ ആൻഡ് നോൺ മൈലിനേറ്റഡ്. ഇനി തിക്കസ്റ്റ് ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിക്കസ്റ്റ് ഫൈബേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്രൊപ്രിയോസെപ്ഷൻ. പ്രൊപ്രിയോസെപ്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ ആക്ഷൻ, ഈ കാര്യങ്ങളെയൊക്കെ സെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി, അതിനെയാണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊപ്രിയോസെപ്ഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് തിക്കസ്റ്റ് ഫൈബേഴ്സാണ്. തിക്കസ്റ്റ് ഫൈബേഴ്സ് ഏതാണ്? എ ഫൈബറാണ്. ഇനി പെയിനിനെ ക്യാരി ചെയ്യുന്ന ഫൈബേഴ്സിനെ പറ്റി നോക്കാം. എ ഡെൽറ്റ എന്ന് പറയുന്നത് ഫാസ്റ്റ് പെയിനെയാണ് ക്യാരി ചെയ്യുന്നത്. സി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലോ പെയിനെയാണ് ക്യാരി ചെയ്യുന്നത്. ഫാസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിക്ക് ഉണ്ടാവുന്ന, നീഡിൽ പ്രിക്കൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് പെയിനാണ് ഫാസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എ ഡെൽറ്റ ഫൈബേഴ്സ് ആണ് അതിനെ ക്യാരി ചെയ്യുന്നത്. സി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലോ പെയിനെയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓർക്കേണ്ടത്. ഇനി ന്യൂറോൺസിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ. യൂണിപോളാർ ന്യൂറോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സെൽ ബോഡിയിൽ നിന്ന് ഒരു പ്രോസസ്സ് ഈ സെൽ ബോഡിയുടെ ഒരു പോളിൽ നിന്ന് മാത്രമേ ഒരു പ്രോസസ്സ് കാണുന്നുള്ളൂ. ഒരു ആക്സോൺ കാണുന്നുണ്ട്, പിന്നെ അതിൻ്റെ ടെർമിനൽസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ സെൻസറി ന്യൂറോൺസിൽ മെജോറിറ്റിയും, മോസ്റ്റ് ഓഫ് ദ സെൻസറി ന്യൂറോൺസും യൂണിപോളാർ ആണ്. എന്താണ് സെൻസറി ന്യൂറോൺസ്? നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് ഉള്ള സെൻസറി ഇൻഫോർമേഷനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്ന ന്യൂറോൺസ് ആണ് യൂണിപോളാർ അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. സെൻസറി ന്യൂറോൺസ് എപ്പോഴും യൂണിപോളാർ ആണ്. അപ്പോൾ അതിൻ്റെ ആക്സോൺ ടെർമിനൽ എങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നത്? സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കുമാണ് ലീഡ് ചെയ്യുന്നത്. ഇനി ബൈപോളാർ എന്ന് പറഞ്ഞാൽ 2 പോൾസിലേക്കും എക്സ്റ്റൻഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് കാണുന്നത് ഐയിലും ഇയറിലുമാണ്. ഇത് ഓർക്കേണ്ടതാണ്. ഐയിലും ഇയറിലും കാണുന്ന ടൈപ്പ് ഓഫ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ബൈപോളാർ ന്യൂറോൺസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപോളാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെൻഡ്രൈറ്റ്സ് കാണുന്നുണ്ട്. സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, അതായത് സെൽ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റ്സ് കാണുന്നുണ്ട്, അതുപോലെ ആക്സോൺ കാണുന്നുണ്ട്, ആക്സോൺ ടെർമിനൽ കാണുന്നുണ്ട്, സിനാപ്റ്റിക് നോബ് കാണുന്നുണ്ട്. ഈ ടൈപ്പ് ഓഫ് ന്യൂറോൺസിനെയാണ് മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണപ്പെടുന്നത് മോട്ടോർ ന്യൂറോൺസിലും ഇൻ്റർ ന്യൂറോൺസിലും ആണ്. അപ്പോൾ ഇത്രയാണ് യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ. ബൈപോളാർ കാണുന്നത് എവിടെയാണെന്ന് ഓർക്കുക, ഐ ആൻഡ് ഇയറിലാണ് കാണുന്നത്. യൂണിപോളാർ സ്പൈനൽ കോഡിലും ബ്രെയിനിലേക്കാണ് അതിൻ്റെ ആക്സോൺ ലീഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബോഡിയിലെ സെൻസറി ന്യൂറോൺസ് എല്ലാം യൂണിപോളാർ ആണെന്ന് ഓർക്കുക. മൾട്ടിപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ന്യൂറോൺസിലും ഇൻ്റർ ന്യൂറോൺസിലുമാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ആക്സോൺ. ആക്സോണിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? ലോങ് ആക്സോൺസ് ഉള്ളതും ഷോർട്ട് ആക്സോൺസ് ഉള്ളതും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ലോങ് ആക്സോൺസ് ഉള്ളതിനെ ഗോൾഗി ടൈപ്പ് 1 ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. ഗോൾഗി ടൈപ്പ് 2 ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ വിത്ത് ഷോർട്ട് ആക്സോൺസ് ആണ് കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്ഡ്. അപ്പം ഏത് ടൈപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് റിലീസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോളിനർജിക് ന്യൂറോൺസ് ആണ്, അതായത് അസിറ്റൈൽ കൊളൈനെയാണ് അത് റിലീസ് ചെയ്യുന്നത്. അഡ്രിനർജിക് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ, ഹോർമോൺസ് അല്ല ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്നു. അതാണ് അഡ്രിനർജിക് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇനി ഗാബ എർജിക് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ അത് ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് റിലീസ് ചെയ്യുന്നത്. ഗാബ എന്ന് പറഞ്ഞാൽ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണ്. അത് റിലീസ് ചെയ്യുന്നത് ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അസറ്റൈൽ കൊളൈൻ, അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്നത് സ്റ്റിമുലേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഇനി ഗ്ലൂട്ടാമിനർജിക് ന്യൂറോൺസ് എന്തിനെയാണ് റിലീസ് ചെയ്യുന്നത്? ഗ്ലൂട്ടാമേറ്റ്. ഡോപ്പമിനർജിക് ന്യൂറോൺസ് റിലീസ് ചെയ്യുന്നത് ഡോപ്പമൈൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർക്കിൻസോണിസത്തിൽ പഠിക്കാനായിട്ടുള്ളതാണ്. പാർക്കിൻസോണിസം ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡോപ്പമിനർജിക് ന്യൂറോൺസിന് ഡീജനറേഷൻ ഉണ്ടാകുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഡോപ്പമൈൻ കുറവായിട്ടാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നത്, ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. പിന്നെ സിറോട്ടോനർജിക് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ അത് സിറോട്ടോണിനെയാണ് റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളിപ്പോൾ പറഞ്ഞ ക്ലാസിഫിക്കേഷനിലൊന്നും പെടാത്ത ഒരു യുണീക്ക് ന്യൂറോണൽ ടൈപ്സ്, അത് വേറൊരു ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ പറയുന്നതാണ്, അതായത് സെൽസിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ.
ബാസ്ക്കറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് അതിനെയാണ് നമ്മൾ ബാസ്ക്കറ്റ് സെൽസ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഇന്റർ ന്യൂറോൺസ് ഫൗണ്ട് ഇൻ ദ സെറിബ്രം ആൻഡ് സെറിബെല്ലം. സെറിബ്രത്തിലും സെറിബെല്ലത്തിലും കാണുന്ന ഇന്റർ ന്യൂറോൺസ് ആണ് ബാസ്ക്കറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇനി ബെഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ലാർജ് മോട്ടോർ ന്യൂറോൺസ്. ബെഡ് സെൽസ് ആർ ദ ലാർജ് മോട്ടോർ ന്യൂറോൺസ്. മീഡിയം സ്പൈനി ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പസ് ട്രയേറ്റത്തിൽ കാണുന്നതാണ്. ബേസൽ ഗാംഗ്ലിയയുടെ കോർപ്പസ് ട്രയേറ്റത്തിൽ കാണുന്നതാണ് മീഡിയം സ്പൈനി ന്യൂറോൺസ്. ഇനി പെർക്കിൻജി സെൽസ് എന്ന് പറഞ്ഞാൽ അത് സെറിബെല്ലത്തിലാണ് കാണുന്നത്. പിരമിഡൽ സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ന്യൂറോൺസ് വിത്ത് ട്രയാങ്കുലർ സോമ. ട്രയാങ്കുലർ സോമ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ സെൽ ബോഡി കാണുന്ന ന്യൂറോൺസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഗി ടൈപ്പ് 1 ന്യൂറോൺ ആണ്. ഇനി റെൻഷോ സെൽസ് എന്ന് പറഞ്ഞാൽ അത് സ്പൈനൽ കോഡിൽ കാണപ്പെടുന്ന ഒരു ഇൻഹിബിറ്ററി ന്യൂറോൺ ആണ് റെൻഷോ സെൽസ് എന്ന് പറയുന്നത്. ഇനി ഗ്രാന്യൂൾ സെൽസ് എന്ന് പറഞ്ഞാൽ അത് ഗോൾഗി ടൈപ്പ് 2 ന്യൂറോൺസ് ആണ്, ഗ്രാന്യൂൾ സെൽസ്. ഇനി ആൻറ്റീരിയർ ഹോൺ സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ മോട്ടോർ ന്യൂറോൺസ് ഫൗണ്ട് ഇൻ ദ ആൻറ്റീരിയർ ഹോൺ ഓഫ് ദ സ്പൈനൽ കോഡ്. അപ്പം സ്പൈനൽ കോഡിൻ്റെ ആൻറ്റീരിയർ ഹോണിലായിട്ട് ഗ്രേ മാറ്ററിലായിട്ട് കാണുന്ന ഒരു മോട്ടോർ ന്യൂറോൺ ആണ് ആൻറ്റീരിയർ ഹോൺ സെൽസ് എന്ന് പറയുന്നത്. ഇനി സ്പിൻഡിൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ ഇന്റർ ന്യൂറോൺസ് ദാറ്റ് കണക്ട് വൈഡ്ലി സെപ്പറേറ്റഡ് ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ സ്പിൻഡിൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ ന്യൂറോൺസ് ദാറ്റ് കണക്ട് വൈഡ്ലി സെപ്പറേറ്റഡ് ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ. അതാണ് സ്പിൻഡിൽ സെൽസ് എന്ന് പറയുന്നത്.